ക്രിക്ടോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 10 റൗണ്ട് മാത്രമേ എല്ലാ ടീമും പൂർത്തിയാക്കി. നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ചാൻസസ്, അതായത് പ്ലേ ഓഫ് ചാൻസസ് നമുക്ക് നോക്കാം. ഇപ്പൊ LSTയുടെ കാര്യം എടുത്താൽ LSTക്ക് ഇനി മാത്തമാറ്റിക്കലി ചിന്തിക്കുന്നതാണെങ്കിൽ അവർക്ക് വലിയ സാധ്യതകളൊന്നും ഇല്ല. അവർക്ക് 14 പോയിന്റിലേക്ക് എത്താൻ പറ്റൂ. അതിപ്പോ LST ആയാലും മുംബൈ ആയാലും DC ആയാലും ഈ 3 ടീമിന് എന്ത് ജയിച്ചാലും 14 പോയിന്റിലേക്ക് എത്താൻ പറ്റും. അവർക്ക് മാത്തമാറ്റിക്കലി ഒരു സാധ്യതയുമില്ല. നമുക്ക് 0.1% ഒക്കെ കൊടുക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്കൊന്നും അവർക്ക് സാധ്യതയും നമ്മൾ കാണുന്നില്ല. പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ CSK ഇപ്പോ അവർക്ക് 31% ചാൻസ് ഉണ്ട്. അതായത് അവർക്ക് ഇനിയുള്ള കളി 4 കളി അവർക്ക് ബാക്കിയുണ്ട് എന്ന കാര്യം ഓർക്കണം. 4 കളി അവര് 3 കളി വിജയിച്ചാൽ 16 പോയിന്റിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? PBKസും ബാംഗ്ലൂരും ഇന്ത്യയുടെ കളിയൊക്കെ തോൽക്കണം. അല്ലെങ്കിൽ പിന്നെ CSK കളിക്കുന്ന 4 കളി അവർ വിജയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് 31.2% ചാൻസ് നമ്മളിപ്പോ കൊടുക്കുന്നത്. പിന്നെ GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ GTക്ക് ഇപ്പൊ 12 പോയിന്റ് ആണ് ഉള്ളത്. GT ടീമിലേക്ക് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് നമ്പർ 3ലേക്കോ 4ലേക്കോ എത്താൻ പറ്റും. വീണ്ടും വന്നാൽ അവർക്ക് 1ാം സ്ഥാനത്തേക്ക് കയറാൻ പറ്റും. അതായത് ഇനിയിപ്പോ GTക്ക് ഇപ്പൊ 4 കളിയുണ്ട്. 4 കളി അവർ 3 കളി വിജയിച്ചാൽ പോലും 18 പോയിന്റിലേക്ക് എത്തും. SRH ഇനിയുള്ള 3 കളിയിൽ 2 കളി പരാജയപ്പെട്ടാൽ SRH 2ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയും കാണാൻ പറ്റും. അപ്പൊ GTക്ക് ഇപ്പൊ നല്ല സാധ്യത ഇപ്പൊ കാണുന്നുണ്ട്. പിന്നെ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജസ്ഥാൻ ഇപ്പൊ കറന്റ് 4ാം സ്ഥാനത്താണ് അവരുള്ളത്. അവർക്കൊന്ന് കളി അവർ ഇന്ന് ജയിച്ചാൽ അവർ സേഫ് സോണിലേക്ക് കടക്കും. അവർക്ക് 14 പോയിന്റായിട്ട് അവർക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കൊൽക്കത്തയുടെ കാര്യത്തിലേക്ക് വന്നാൽ കൊൽക്കത്ത ഇപ്പൊ തുടർച്ചയായിട്ട് 4 മത്സരങ്ങൾക്ക് വിദേശികളെ വരുന്നത്. പക്ഷേ നമ്മൾ റിയാലിറ്റി ചിന്തിച്ചാൽ എന്നിവർക്ക് ഇപ്പോ 4 കളി ബാക്കിയുണ്ട്. 4 കളിയാണോ 4 കളി ബാക്കിയുണ്ട് അവർക്ക്. 3 കളി അവർക്ക് ബാക്കിയുണ്ട്. ഈ 3 കളി അവർ വിജയിച്ചാൽ പോലും അവർക്ക് 15 പോയിന്റിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അപ്പൊ ഈ 3 കളി 15 പോയിന്റിലേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗുജറാത്ത് ടൈറ്റൻസിന്റെ റോഡിൽ 12 പോയിന്റ് 5ാം സ്ഥാനം വിജയിച്ചിട്ടുള്ളത്. അപ്പൊ KKRന് നമ്മൾ മാത്തമാറ്റിക്സ് 40% 35% ചാൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കും KKRന് പറ്റില്ല. പക്ഷെ KKR മികച്ച ഫോമിലാണുള്ളത്. അവർ ഇനിയുള്ള 3 കളി അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ രാജസ്ഥാന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ ബാംഗ്ലൂരിന്റെ കാര്യം, ബാംഗ്ലൂരു ഇപ്പോ 3ാം സ്ഥാനത്താണുള്ളത്. അവർക്ക് വളരെയധികം ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്വാളിഫൈ 70% ചാൻസ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് ഇനിയുള്ള 4 കളിയിൽ 2 വിജയം ജയിച്ചാൽ പോലെ അവർ 18 പോയിന്റിലേക്ക് എത്തും. സോറി 18 പോയിന്റിലേക്ക് അവർ എത്തും. 16 പോയിന്റിലേക്ക് എത്തും. 3 കളി വിജയിച്ചാൽ 18 പോയിന്റിലേക്ക് എത്തും. അപ്പൊ 4 കളിയിൽ അവർ 2 വിജയിച്ചാൽ പോലും അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ PBKസിന്റെ കാര്യം, PBKസ് ഇപ്പോ കളിച്ച 10 കളി 7 കളി 6 കളി വിജയിച്ചിട്ടുണ്ട്. 1 കളി മഴ പോയി. പക്ഷെ തുടർച്ചയായി 3 തോൽവി എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഇനിയുള്ള 4 കളിൽ 1 കളി 2 കളി വിജയിച്ചാൽ പോലും അവർക്ക് പ്ലേ ഓഫ് അത് ചാൻസ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കുന്ന സാഹചര്യം വരും. പിന്നെ സൺറൈസേഴ്സിന്റെ കാര്യം, സൺറൈസേഴ്സ് ഇപ്പൊ 11 കളിയിലാണ് 14 പോയിന്റ്. പിന്നെ അവർക്ക് 3 കളിയുണ്ട്. അതിൽ 1 കളി ജയിച്ചാൽ പോലും അവര് പ്ലേ ഓഫ് ഉറപ്പിക്കും. 16 പോയിന്റ് SRH ഉറപ്പിക്കുന്ന കാഴ്ച കാണാം. അല്ലെങ്കിൽ പിന്നെ SRH കളിച്ചിട്ട് 3 കളി തോക്കണം. PBKസിനില്ല എല്ലാ കളി തോക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ CSK ആയാലും KKRനൊക്കെ സാധ്യത കൂടുതലുള്ളൂ. ഇല്ലെങ്കിൽ ചാൻസ് കുറവാണ്. ഇന്നത്തെ കളി കൂടി തന്നെ കൂടുതൽ ഇമ്പാക്ട് അറിയാൻ പറ്റും. ഇന്നിപ്പോ രാജസ്ഥാൻ ടീമിനകത്ത് 14 പോയിന്റിലേക്കൊക്കെ എത്താൻ പറ്റും. പിന്നെ നാളെ CSKയും LSTയും തമ്മിലാണ് മത്സരം. രാത്രി മുംബൈയും ബാംഗ്ലൂരും. ആ കളി ഇപ്പൊ CSK ജയിച്ചാലും CSKക്ക് 12 പോയിന്റിലേക്ക് എത്താം. രാത്രിത്തെ കളി ബാംഗ്ലൂർ ജയിച്ചാലും അവർക്ക് 14 പോയിന്റ് ആവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കളിയോട് കൂടുതൽ വ്യക്തത വരും. IPL ആരൊക്കെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ. അപ്പൊ ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളാണ് വീട്ടിലെത്താം.